ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് കാണേണ്ടി വരും ഈ ഹൂതികളുടെ ചെങ്കടലിലെ ആക്രമണം. ഹൂതികൾ, ഹമാസ്, ഹെസ്ബുള്ള ഇവർക്ക് മൂന്ന് പേർക്കും ഇറാനിൽ നിന്നാണ് സാമ്പത്തിക സഹായവും സൈനിക സഹായവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കയും ബ്രിട്ടനും ഈ ചെങ്കടലിൽ നിന്ന് ഉള്ള ആക്രമണത്തിനെ ചെറുക്കാനായി പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ വല്ലാത്ത രീതിയിലുള്ള ആക്രമണം നടത്തിയത്. പല ലൊക്കേഷൻസിലും അവർ ആക്രമണം നടത്തി. ടോമഹോക്ക് എന്ന മിസൈൽ ഉപയോഗിച്ച് അമേരിക്ക ആക്രമിച്ചു. ടൈഫൂൺ ഫൈറ്റർ വിമാനങ്ങൾ കൊണ്ടുപോയിട്ട്, അതും ടാങ്കർ വിമാനങ്ങൾ കൂടെ പോകുന്ന വഴിയിൽ തന്നെ ഇന്ധനം നിറച്ചാണ് അവർ പോയി ബോംബിട്ടത്. അവിടെ മുഴുവൻ തീഗോളങ്ങൾ നിറയായിരുന്നു. ഒരുപക്ഷെ 8 വർഷമായി ആഭ്യന്തര യുദ്ധത്തിലായ യമനിൽ ഈ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നതോടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വല്ലാത്ത അവസ്ഥയിലാണ്. ഒരുപാട് പേർ കൊല്ലപ്പെടുന്നുണ്ട്. എന്തായാലും അമേരിക്കയും ബ്രിട്ടനും പരോക്ഷമായി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായിട്ട് ഇതിനെ കാണേണ്ടി വരും. ഇവർ മാത്രമല്ല, ഇവരുടെ പിറകെ മറ്റു രാജ്യങ്ങൾ, കാനഡ, ഓസ്ട്രേലിയ, നെതർലൻഡ്സ് അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇവർക്ക് ഫോഴ്സിനെ വിട്ടുകൊടുത്ത് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ നടന്ന ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് അമേരിക്ക വീണ്ടും ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ യമനിൽ ബോംബാക്രമണം നടത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ്. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിനെതിരെ താക്കീതുമായിട്ട് ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ അവസ്ഥകൾ വീണ്ടും രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. ഒപ്പം തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധവും കൂടുതൽ ശക്തമാകുന്നു. ഇതുവരെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടാതിരുന്ന റഫയിൽ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. ഖാൻ യൂണിസ് എന്ന തെക്കൻ ഗസയിലെ നഗരത്തിലും ആക്രമിക്കുന്നുണ്ട്. ഈ ഏറ്റവും അവസാനം നടന്ന ആക്രമണത്തിൽ 30-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. രക്തക്കളമായി മാറിയിരിക്കുന്നു. 27,500-ന്റെ മേലയിലേക്ക് ഈ മരണസംഖ്യ, കൊല്ലപ്പെട്ടവരുടെ സംഖ്യ എത്തിയിരിക്കുന്നു. 20,000-ലേറെയാണ് കൊല്ലപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണം. അതുതന്നെ കാണിക്കുന്നത് നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരാണ് ഏറെയും ഈ ഗസയിൽ കൊല്ലപ്പെടുന്നത്. ഇസ്രായേലി സൈന്യം ഒരു തരത്തിലും പിന്മാറാൻ തയ്യാറാവുന്നില്ല. ഇതിനിടയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൽ. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ഇസ്രായേലിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിലും ടെലവീവിലും പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് 340 ഇസ്രായേലി ബന്ദികളെയാണ് കൊണ്ടുപോയത് ഹമാസ്. അതിൽ 100-ലേറെ പേരെ വെടിനിർത്തൽ ധാരണയനുസരിച്ച് വിട്ടയച്ചിരുന്നു. ബാക്കി 140 പേരുടെ അവസ്ഥ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ടണലുകളിലൊന്നും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചിലർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ബന്ദികളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങളും ഇസ്രായേലിലെ ജനങ്ങളുമാണ് പ്രതിഷേധ സമരത്തിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇസ്രായേലിലെ മന്ത്രിസഭ അടിയന്തര യോഗം ചേരുന്നുണ്ട്. അതിലെ മന്ത്രിസഭാംഗങ്ങൾ പലതരത്തിൽ ഗസ യുദ്ധത്തെ ചൊല്ലി ചേരി തിരിഞ്ഞിരിക്കുകയാണ്. അമേരിക്ക ഒരു തീരുമാനം ഏതാണ്ട് എടുത്തതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നു. ഇസ്രായേലിന് സുരക്ഷ സംബന്ധിച്ചുള്ള ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകാനും ഒപ്പം തന്നെ ഗസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ജീവകാരുണ്യപരമായ സഹായം നൽകാനും തീരുമാനിച്ചു. ഇതിനെതിരെ ഒരുപക്ഷെ ഇസ്രായേലിലെ ഈ നെതന്യാഹു സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വലതുപക്ഷ തീവ്രവാദി സംഘടനയായ സിയോണിസ്റ്റുകൾ രംഗത്ത് വന്നിരിക്കുന്നു. അവരുടെ ഇൻറ്റീരിയർ മിനിസ്റ്റർ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന ബെൻഗ്യൂർ, അദ്ദേഹം ഒരു വലതുപക്ഷ തീവ്രവാദിയാണ്. അദ്ദേഹം പറയുന്നത് അമേരിക്ക എന്തിനാണ് ഗസയിൽ ആയുധവും ഇന്ധനവും കൊടുക്കുന്നത്, അത് ഹമാസിൻ്റെ കയ്യിലാണ് എത്തിച്ചേരുക, എല്ലാം ഇസ്രായേലിന് തന്നാൽ മതിയെന്നാണ് ഈ മണിക്കൂറിൽ നൽകുന്ന പ്രതികരണം. എന്തായാലും അത് സംബന്ധിച്ച് അൽ ജസീറയിലും CNN-ലൊക്കെ വലിയ രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന് കൂടുതൽ സഹായം എത്തിക്കുക എന്നുള്ള രീതിയിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്കയിൽ നിലപാടെടുത്തിരിക്കുന്നത്. ഈ തരത്തിൽ ഇസ്രായേലിലെ ഹമാസ് യുദ്ധം കൂടുതൽ രൂക്ഷമാകുകയാണ്. മധ്യസ്ഥ ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല. ഖത്തർ രംഗത്തുണ്ട്, ഈജിപ്ത് രംഗത്തുണ്ട്. പക്ഷേ ഇവിടെ ഈ രാജ്യങ്ങളിലേക്കൊന്നും എന്തുകൊണ്ട് ഈ പലസ്തീനികളുടെ അഭയാർത്ഥികളായിട്ടുള്ളവർ എടുക്കുന്നില്ല എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. അഭയാർത്ഥികളെ മുഴുവൻ കൊല്ലാൻ വിട്ടിരിക്കുകയാണ് മറ്റു രാജ്യങ്ങൾ എന്ന തരത്തിലുള്ള വിമർശനവും വരുന്നുണ്ട്.